ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ഷോൺ, നേരത്തെ ഇവിടെ ഷാക്കിർ സംസാരിച്ചപ്പോൾ പറഞ്ഞു അവിടെ ആദ്യം എത്തിയത് ഷോൺ ജോർജ് ആണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഷാക്കിർ ഉദ്ദേശിക്കുന്നത് ഷോണിന് അവിടെ എന്താണ് കാര്യം? ഷോൺ സഭയുടെ പ്രതിനിധിയാണോ? ഞാൻ പറഞ്ഞതല്ല, ആ കന്യാസ്ത്രീ അവിടുത്തെ പ്രിൻസിപ്പൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞു നന്ദി പറഞ്ഞത് ഷോൺ ജോർജിനാണ്. അതെ, അതിനെക്കുറിച്ചാണല്ലോ താങ്കൾ പറഞ്ഞത്. ഷോണിന് അവിടെ എന്താണ് കാര്യം? ഷോൺ സഭയുടെ ആളാണോ? ഷോൺ സഭയുടെ ആളാണോ എന്ന് ചോദിച്ചില്ല. അതിനെപ്പറ്റിയാണ് ഞാൻ ഷോണിനോട് ചോദിച്ചത്. ഷോൺ, അതിനിവിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഹൈബിയിടത്തും നന്ദി പറഞ്ഞത് ഇവർ കാണില്ല. ഇപ്പോ എടുത്തു പറഞ്ഞൊരു വിഷയം മുസ്ലിം ലീഗ് എടുത്ത നിലപാടാണ്. അവിടെ എന്തുകൊണ്ട് ഈ രാജ്യത്തുള്ള നിഷ്പക്ഷമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവിടെ SDP ഉണ്ടാക്കിയ വിഷയങ്ങളെ കുറിച്ചും അവരവിടെ ഉണ്ടാക്കിയ സംഘർഷാവസ്ഥയെ കുറിച്ചും ഇവർക്കൊക്കെ പറയാൻ എന്താണ് ഭയം? SDP ഭയക്കേണ്ട ഗതികേട് മുസ്ലിം ലീഗിനുമായോ? ഇപ്പോ കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ ശിവൻകുട്ടി മന്ത്രി SDP ഭയക്കുന്ന നമുക്കറിയാം. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ SDP സ്വാധീനമുള്ള മുസ്ലിം വിഭാഗത്തിന് സ്വാധീനമുള്ള മണ്ഡലമാണ്. പക്ഷേ ഇവിടെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് സ്വയം അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് ആരെയാണ് ഭയക്കുന്നത്? മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ ഈ വിഷയത്തിൽ പറയേണ്ടത് എന്താണ്? ഇപ്പോ ആ കുട്ടിയുടെ ആ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാം. പക്ഷെ പെട്ടെന്നുണ്ടായ മതസ്വാതന്ത്ര്യം എവിടുന്ന് വന്നുള്ള വിഷയം അവിടെ നിൽക്കട്ടെ. മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാം. അതോടൊപ്പം അവിടെ അനാവശ്യമായി ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ മാതാപിതാക്കളെയും ഇതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ആ പെട്ടെന്ന് അവിടെ ഒരു വിഷയം ഉണ്ടാക്കുകയും ആ സ്കൂളിൽ കയ്യേറ്റ ശ്രമം നടത്തിയ SDP കുറിച്ച് എന്താ ഇവരുണ്ടാകത്തെ? ഇവർക്ക് ഭയമാണോ? അപ്പൊ ഇത് അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് ഈ നാട്ടിൽ ഇപ്പൊ SDP ഇല്ല, മുസ്ലിം ലീഗ് ഇല്ല, ജമാഅത്തെ ഇസ്ലാമി ഇല്ല. ഇതെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഇവരെല്ലാം ആ രാജ്യവിരുദ്ധ ശക്തികൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അല്ലാതെ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഏറെ ബഹുമാനിച്ച ആളാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഞാൻ കുഞ്ഞാപ്പാന്ന് വിളിക്കുന്ന ആളാണ്. പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ഞാൻ വ്യക്തിപരമായി എന്നെ ഏറെ വേദനിപ്പിച്ചു. കാരണം അദ്ദേഹത്തിന് എന്നും ഒരു മതേതര മുഖം കേരളം കൊടുത്തിരുന്നു. ഞങ്ങളെല്ലാം അദ്ദേഹത്തിനെ കുറിച്ച് നമ്മളെ കരുതിയിരുന്ന അങ്ങനെയല്ല. പക്ഷെ അദ്ദേഹം പോലും SDP കീഴ്പ്പെട്ട് വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ എനിക്ക് വ്യക്തിപരമായി തന്നെ ഏറെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടായി. അല്ല, അത് ഷോൺ SDP ഈ വിഷയത്തിലുള്ള നിലപാട് തന്നെ ലീഗിന് വന്നു എന്ന് പറഞ്ഞ് അത് SDP കീഴ്പ്പെട്ടു എന്ന് എങ്ങനെ പറയാൻ കഴിയും? അത് മാത്രമല്ല, 5 ദിവസം ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് അങ്ങനെ വലിയ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നില്ല. സ്വാഭാവികമായിട്ടും PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ഒരാൾ ഇതിനകത്ത് ആരെല്ലാം രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, വർഗീയപരമായി തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു എന്ന് അത് നോക്കിക്കണ്ടതിന് ശേഷമുള്ള ശ്രദ്ധയോടുകൂടിയുള്ള ഒരു പ്രതികരണമല്ലേ അത്? അതിനെ SDP ഭാഗത്തേക്ക് നീട്ടേണ്ടതുണ്ടോ? അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ഈ വിഷയത്തിൽ ഒരു നിഷ്പക്ഷ കാഴ്ചപ്പാടോടുകൂടി 5 ദിവസം മിണ്ടാതിരുന്ന മുസ്ലിം ലീഗിന് നേരെ ഇന്നലെയും മിനിഞ്ഞാന്നുമായി വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ നടന്നു. അവർക്കും ഈ രീതിയിൽ മുസ്ലിം ലീഗിന് പോലും SDP നിലപാടിലേക്ക് വന്നില്ലെങ്കിൽ മലപ്പുറത്ത് ഉൾപ്പെടെ കോഴിക്കോട് ഉൾപ്പെടെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ വിഷയം വലിയ രീതിയിൽ മുസ്ലിം ലീഗിന് ദോഷമാകും എന്ന നിലയിലേക്ക് മുസ്ലിം ലീഗിനെ സമ്മർദ്ദത്തിലെത്തിച്ച് SDP പാതയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗ് പോലും ഈ വിഷയത്തിൽ SDP അടിമപ്പെടേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ വിഷയത്തിൽ കന്യാസ്ത്രീമാരുടെ നിലപാട് ശരിയല്ലെന്ന് പറഞ്ഞ ഓക്കെ, ആ കൂടെ പറയാൻ മേലെ SDP അവിടെ കാണിച്ചത് ശരിയല്ലാന്ന്. ഒരു സെക്കൻഡ് ഷാക്കിർ, അതിൽ SDP തള്ളിപ്പറയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ്. അത് തള്ളിപ്പറയാൻ അനായാസം കഴിയുമല്ലോ അല്ലേ ലീഗിന്? വിഷയം ഡൈവേർട്ട് ചെയ്തിട്ട് അല്ലല്ല, എനിക്കാണെങ്കിൽ കൂടുതൽ സംസാരിക്കണം. ഞാൻ നിങ്ങളൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് SDPI ഉണ്ടാക്കുന്നതിന് മുമ്പ് 2004 ഇതേപോലൊരു പ്രശ്നം മലപ്പുറത്തുണ്ടായിരുന്നു. നിലമ്പൂരിലെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ, സെന്റ് ജമ്മാസിൽ, സെന്റ് തെരേസാസിൽ, ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. ആ സ്ഥലങ്ങളിൽ ഉണ്ടായപ്പോ ഞാനൊക്കെ MSFന്റെ ലീഡർഷിപ്പിലുള്ള കാലത്താണ് പ്രശ്നം ഉണ്ടായത്. അന്ന് ആ സ്ഥാപനം നടത്തുന്ന സഭയുടെ ആളുകളുമായി നമ്മൾ സംസാരിച്ചു. അതിൽ തെറ്റിദ്ധാരണ തിരുത്തി ഇതേപോലുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ അവര് അന്ന് മുന്നിൽ നിന്ന് പരിഹരിച്ചതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് ഇതേപോലെ ബഹളങ്ങൾ ഉണ്ടാക്കി, ഏതെങ്കിലും വിഷയത്തിൽ വൈകാരികമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അത് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ നിൽക്കുന്നില്ല. എന്നാൽ അതോടൊപ്പം തന്നെ രാജ്യത്ത് നിയമം സംരക്ഷിച്ച് നിയമപരമായി ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഏതെങ്കിലും ജനവിഭാഗത്തോട് പ്രത്യേകിച്ച് വിരോധമോ വിധേയത്വമോ രണ്ടും കാണിച്ചു കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. ഇവിടെ ഒരു സ്കൂൾ മാത്രമാണോ കേരളത്തിലുള്ളത്? ഇഷ്ടംപോലെ സ്കൂളുകളില്ലേ?
ഇത് അവിടെ ഒരു പ്രത്യേക നിയമം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഈ എന്താ പറയാ ഈ മതേതര സമൂഹത്തിനോ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്കോ ചേർന്നതല്ലല്ലോ. ഞങ്ങൾ 2004 കൃത്യമായി ഞാൻ പറയാം, നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ ജില്ലാ MSFന്റെ നേതൃത്വത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾ സമരം നടത്തിയതാണ്. ഇതേ വിഷയം ഉണ്ടായപ്പോൾ അത് പരിഹരിച്ചതാണ്. കാരണം അത് ഒരു അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ തന്നെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൽ ഹമീദ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇടപെട്ട് ആ സ്കൂളിന് താക്കീത് കൊടുത്തു. സ്കൂള് നേരായി രാജ്യത്തെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് സന്നദ്ധ ധാരിച്ചൊക്കെ വന്നതാണ്. അത് അന്ന് ഈ സോഷ്യൽ മീഡിയത്തെ പ്രചാരമുള്ള കാലമല്ലാത്തത് കൊണ്ടും, അല്ലെങ്കിൽ അത് ഇത്ര രീതിയിൽ എന്താ പറയാ കാസ പോലെയുള്ള തീവ്രവാദികൾ രാജ്യത്ത് ഇല്ലാതിരുന്ന സമയമായതുകൊണ്ടും അത് ഈ രീതിയിൽ വലുതായി ചർച്ച വന്നിട്ടില്ല. അല്ല, നിങ്ങൾ കാസയെ പറയുന്നുണ്ട്, അതേ രീതിയിൽ തന്നെ SDPA പറയുമോ ഇല്ലയോ? നമ്മുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാം, SDPA ആണെങ്കിലും കാസയാണെങ്കിലും RSS ആണെങ്കിലും തീവ്രവാദ നിലപാടുകളുമായി ആര് വന്നാൽ അവരൊക്കെ എതിർക്കുന്ന ഒരു മടിയും കാണിക്കാത്ത പാർട്ടിയാണ് ലീഗ്. അവിടെ ആരായാലും കുഴപ്പമില്ല. ഇപ്പൊ സത്യത്തിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ പറയുക, കൃസംഖികളാണ്. അതിന് RSSന് പിന്തുണയുണ്ട്. ഈ ഷോൺ ജോർജിനെ പോലെയുള്ള കൃസംഖികളുടെ പിന്തുണയുണ്ട്. അതിന് തൽക്കാലം തലവെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് പോലെ ഈ ചർച്ചയെ കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, പ്രശ്നത്തിന് പരിഹാരമാണ് വേണ്ടത്. അത് ഒരു പ്രശ്നം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇതൊരു എന്താ പറയാ, ഇതൊരു രാജ്യത്തിന്റെ നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നം കൂടിയാണ്. അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. ഇവിടെ പരസ്പരം മതങ്ങൾ തമ്മിലോ ഏതെങ്കിലും സംഘടനകൾ തമ്മിലോ തർക്കമുണ്ടാക്കാനുള്ള ഒരു അവസരമായി ഇതിന് ദയവായിട്ട് കാണരുത്. അതിന് എന്തായാലും നമുക്ക് സാധ്യമല്ല എന്ന് മുസ്ലിം ലീഗ് നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, PMS അല്ലാതെ ഇപ്പോ 5 മിനിറ്റ് മുമ്പ് പത്രക്കാരന്റെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഷോൺ, ക്രിസംഖികളാണ് ഇതിൽ ഇടപെട്ടത് എന്ന് ലീഗിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ലീഗിന്റെ നിലപാടും ആ രീതിയിൽ വന്നിരിക്കുന്നത്. ഏത് ക്രിസംഖി എനിക്ക് മനസ്സിലായില്ല. നിങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ ആ സിസ്റ്റർമാര് കഴിഞ്ഞ 4 ദിവസമായി വലിയ മാനസിക സമ്മർദ്ദമാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്കൂൾ അടച്ചിടുന്നു. SDPയുടെ ഭീഷണിയെ തുടർന്ന് ഒരു സ്കൂൾ കേരളത്തിൽ അടച്ചിട്ടാൽ അവിടെ ചെല്ലുക എന്നുള്ളത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന SDPയെ പോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികളെ എതിർക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ആ ചുമതല നിർവഹിക്കും. അത് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അതിന് ഇവർ ഏത് തരത്തിൽ പേരിട്ട് വിളിച്ചാലും അതുകൊണ്ടൊന്നും ഞങ്ങളുടെ പ്രയത്നം അവസാനിക്കും. ഒരു സംശയവും വേണ്ട. SDPയെ പോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികളെ ഈ സമൂഹത്തിൽ അകറ്റി നിർത്തുവാൻ വേണ്ട എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ഞങ്ങൾ ചെയ്യും തുടർന്നും. ശരി, നന്ദി ശ്രീ ഷോൺ ജോർജ്, ശ്രീ CK ഷാക്കിർ, ശ്രീ PP ജോസഫ്. എന്തായാലും ഈ വിഷയത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി മാപ്പ് പറയണം എന്ന ആവശ്യത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.